ഇടുക്കി ചെല്ലാർകോവിൽ വാഹനാപകടത്തിൽ മരിച്ച ഷാനറ്റിന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് നടക്കും. കുവൈറ്റിൽ നിന്ന് ഷാനറ്റിന്റെ മാതാവ് ജിനു എത്താത്തതുകൊണ്ട് മൃതദേഹം കഴിഞ്ഞ ഒരാഴ്ചയായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. സാങ്കേതിക തടസ്സം മൂലം യാത്ര തടസ്സപ്പെട്ട ജിനുവിനെ സർക്കാർ ഇടപെട്ടാണ് നാട്ടിലെത്തിച്ചത്. ആഷിക്ക് കൂടുതൽ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. ആഷിക്ക്, എന്തൊക്കെയാണ് വിശദാംശം? കാത്തിരിപ്പിന് ശേഷം ഷാനറ്റിന്റെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അണക്കരയിലുള്ള സെന്റ് ജോൺസ് യാക്കോബായ ചർച്ചിൽ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ അപകടം പറ്റി അണക്കരയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഷാനറ്റ് മരിക്കുന്നത്. എന്നാൽ അമ്മ ജിനുവിനെ എത്തിക്കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായതിനെ തുടർന്ന് സംസ്കാരം ആനന്ദമായി നീളുന്ന സാഹചര്യം ഉണ്ടായി. അമ്മ ജിനു കുവൈറ്റിൽ ജോലി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏജൻസി ചതിച്ചതിനെ തുടർന്ന് തടങ്കലിൽ കഴിയുന്ന സാഹചര്യമായിരുന്നു. തുടർന്ന് അവിടുത്തെ മലയാളി അസോസിയേഷൻ അടക്കം ഇടപെട്ടതിനെ തുടർന്നാണ് നിയമപരമായ വിമോചനം കിട്ടുകയും തിരിച്ച് കുവൈറ്റിൽ നിന്ന് നാട്ടിലേക്ക് എത്താനുള്ള സാഹചര്യം ഒരുങ്ങിയത്. എന്നാൽ ആ ഘട്ടത്തിലും കോവിഡ് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി വന്നതോടെ ഷാനറ്റിന്റെ സംസ്കാരം പിന്നെയും നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയും അടക്കം നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ജിനുവിനെ നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള സാഹചര്യമുണ്ടായി. ഇന്നലെ രാവിലെ നെടുമ്പാശ്ശേരിയിൽ എത്തിയ ജിനു ലൂയിസ് വൈകുന്നേരം 4 മണിയോടുകൂടി അണക്കരയിലെ വീട്ടിലെത്തുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന ഷാനറ്റിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും മറ്റ് അമ്മയ്ക്ക് അന്ത്യമായി ഒരു കാഴ്ച കാണാനുള്ള അവസരം ഒരുങ്ങുന്നതും. ഏതായാലും ഇപ്പോൾ അണക്കരയിലെ വീട്ടിൽ ഷാനറ്റിന്റെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 4 മണിയോട് അടുപ്പിച്ചാണ് സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത്. അണക്കരയിലുള്ള സെന്റ് ജോൺസ് യാക്കോബായ ചർച്ചിൽ ഒരാഴ്ചയുടെ കാത്തിരിപ്പിനൊടുവിൽ ഷാനറ്റിന് അന്ത്യയാത്ര നൽകാൻ നാടും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം ഷാനറ്റിനെ കാണാൻ എത്തിയ അമ്മയ്ക്കും ആകും എന്നുള്ളതാണ് നിഷാദ്. ശരി.